ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളിവിടെ 2-3 കപ്പ വെച്ചിട്ടുണ്ട്. അത് പറിക്കാനുള്ള ശ്രമമാണ്. എന്തുമാത്രം കിട്ടുമെന്ന് അറിയില്ല, നോക്കാം. ഇതാണ് ഞങ്ങളുടെ കപ്പ. ഇത് കണ്ടോ, ഒരെണ്ണം ചട്ടിയിലാണ് വെച്ചേക്കുന്നത്. ഇത് ഇത്രയും വളർന്ന് നിൽക്കുന്നുണ്ട്. ഒരുവിധം വലുതായി. ഇവിടെ ഇപ്പം തണുപ്പ് കാലമായി, അതുകൊണ്ട് അതങ്ങ് തീരെ തണുപ്പ് കാലം അങ്ങ് കൂടുന്നതിന് മുമ്പ് പറിച്ചേക്കാമെന്ന് വെച്ച്. ഇത് കണ്ടോ, നന്നായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഈ ചട്ടി വെച്ചേക്കുന്നത് ചെറിയൊരു ചട്ടിയാണ്, അതിനകത്ത് കാണുമെന്ന് നമുക്കറിയില്ല. അപ്പം ഇന്നത്തെ പരിപാടി ഇത് പറിക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡാണ് കപ്പ പറിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ചോടൊക്കെ നമ്മൾ കിളച്ച് നോക്കുന്നു. ഇപ്പം കേട്ടോ, കിളച്ച് വന്നപ്പം ചെറിയൊരു കഷ്ണം കിട്ടി. അതിൻ്റെ അർത്ഥം അവിടെ കപ്പയുണ്ടെന്നാണ്. അപ്പോൾ അത് പൊട്ടിപ്പോയി. ഇനി ബാക്കിയുള്ളതെങ്കിലും പൊട്ടാതെ എടുക്കണം. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് പതുക്കെ ഇങ്ങനെ കിളച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇത് കണ്ടോ. അപ്പം അവിടെ ഇത് ഞാൻ കണ്ടോ, നിങ്ങളൊരു കുഞ്ഞ് ചട്ടി കണ്ടോ കപ്പയുടെ അടിയിൽ? അത് ഞാൻ പിന്നെ ഈ കപ്പ നട്ടപ്പം ഒരു ചെറിയ ചട്ടി എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് അതിനകത്താണ് തണ്ട് വെച്ചിരുന്നത് കേട്ടോ. എന്തിനാണെന്നോ, അല്ലെങ്കിൽ ഈ ലോൺ മൂവേഴ്സ് വന്ന് കപ്പ നമ്മൾ തറയിലാണ് നടുന്നെങ്കിൽ അവരത് അങ്ങ് മുഴുവനോടെ അങ്ങ് ചെത്തിക്കൊണ്ടങ്ങ് പോകും. സോ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വെച്ചിരുന്നത്. ഏതായാലും അത് മണ്ണിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ വേര്. എത്രമാത്രം കപ്പ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല, നോക്കാം അല്ലേ. ചട്ടിക്കകത്തുള്ളതിനകത്ത് വല്ലതും കാണുമെന്നും അറിയത്തില്ല. വലിയ ചട്ടി അല്ല അത്, കണ്ടോ. ഇതിപ്പോൾ കിളച്ച് നമ്മൾ ഒരുവിധം അതിൻ്റെ ഡീപ്പായിട്ട് വന്നിട്ടുണ്ട്. So I'm so excited to see how much kappa we are going to get. അറിയത്തില്ല. ഞങ്ങളിവിടെ അമേരിക്കൻസിൽ ഈ കപ്പ നടുന്നതും അത് കപ്പ നമ്മൾ സ്വന്തം മണ്ണിൽ നിന്ന് കപ്പ കൊഴിച്ച് കിട്ടുന്നതും ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. നിങ്ങൾക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ബട്ട് വി ആർ സോ എക്സൈറ്റഡ്. കണ്ടോ, ഏതാണ്ട് കിളച്ചിപ്പോൾ നമ്മളിത് വലിച്ചു പൊക്കാനുള്ള അത്രയും വരെ കിളച്ചിട്ടുണ്ട്. ഇനി പതുക്കെ ഇത് പൊക്കി എടുക്കണം. സോ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഞങ്ങൾക്ക് കപ്പ ഇത്രയെങ്കിലും വളർന്നു കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത് കണ്ടോ, ഇത്രയും കപ്പ കിട്ടി ഫ്രണ്ട്സ്. വാവ്, സോ ഹാപ്പി കേട്ടോ. ആ കുഞ്ഞു ചട്ടി എൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത് കണ്ടോ. കുറച്ചെണ്ണം പൊട്ടിപ്പോയി, എന്നാലും സാരമില്ല, എല്ലാം കിട്ടി. ഇത് കണ്ടോ, ഒരു മൂട് കപ്പ ഇത്രയും കിട്ടിയത്. വലിയ വളമൊന്നും കൊടുത്തിട്ടില്ല, എന്നിട്ട് പോലും പാവം കപ്പ ഇത്രയും കിഴങ്ങ് തന്നു. സോ ഹാപ്പി. ഇത് കണ്ടോ, ഇനി നമ്മുടെ ചട്ടിയിൽ നിൽക്കുന്ന കപ്പ പറിക്കാൻ നോക്കുക. ഇത് കണ്ടോ, ചട്ടി ചെറിയൊരു ചട്ടിയായിരുന്നു, ഇച്ചിരി വലിയ ചട്ടി വെക്കേണ്ടതായിരുന്നു. അത് കണ്ടോ, എന്തോ ഒരു ചെറിയ ഒരു കായുണ്ട്, ഒരു കിഴങ്ങുണ്ട്, കായല്ല സോറി. അപ്പോൾ അതിൻ്റെ മണ്ണ് മാറ്റി നമുക്ക് നോക്കാം അതെന്ത് വലുപ്പമുണ്ടെന്ന്. സോ മണ്ണ് മാറ്റിയപ്പോൾ ഒരു കിഴങ്ങുണ്ട് അതിനകത്ത് കേട്ടോ. പക്ഷെ അത് നല്ല വലിയൊരു കിഴങ്ങാണ്. പാവം അത് ചട്ടിക്കകത്ത് വളരാൻ സ്ഥലമില്ലാഞ്ഞിട്ട് അങ്ങനെ വളഞ്ഞു കുത്തിയൊക്കെയാണ് വളർന്നത്. എനിവേ കണ്ടോ, ഇത്രയും കപ്പ കിട്ടി. ഞാനതൊരു ഹോസ് ഇട്ട് കഴുകി ക്ലീൻ ആക്കുക. അതിൻ്റെ മണ്ണൊക്കെ കളയുവാണേ. അകത്തോട്ട് കൊണ്ടുവന്ന അടുക്കളയൊക്കെ വൃത്തികേടാവുമല്ലോ, അതുകൊണ്ട് മണ്ണൊക്കെ കയറി വൃത്തികേടാകാതിരിക്കാൻ വേണ്ടി വെളിയിൽ വെച്ച് ഞാൻ അതിനെല്ലാം വാഷ് ചെയ്യുക. കണ്ടോ, നന്നായിട്ടത് വാഷ് ചെയ്ത് എടുക്കുന്നു. എന്നിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കപ്പ കണ്ടോ, ഇപ്പം കാണിച്ചു തരാവേ. ഇത്രയും ഇത് ഏകദേശം ഒരു 5 കിലോളം കപ്പ കിട്ടി. കണ്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട്, ചില കഷ്ണങ്ങൾ പൊട്ടിപ്പോയി, എന്നാലും അതിൻ്റെ ബാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ കപ്പയും കൊണ്ട് നമുക്ക് പാൽക്കപ്പ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എല്ലാം കഴുകിയൊക്കെ എടുത്ത് തൊലി കളഞ്ഞപ്പോൾ ഇത്രയുണ്ട്.